ശബരിനാഥ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വന്നാലും BJP കൗൺസിലർ സുഗതനെ കൗൺസിലിൽ കയറ്റില്ല. ഇതെന്തൊരു ജനാധിപത്യമാണ്? അല്ല, അത് ഇപ്പോൾ അങ്ങനെ കയറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിനാഥിൻ്റെ ഒരു കുടുംബ സ്വത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ കാർത്തികേയൻ ഉണ്ടാക്കി കൊടുത്ത വീടുമായിരിക്കണം. അല്ല, അത് അല്ലെങ്കിൽ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നിയമപ്രശ്നമാണ്. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കള്ളക്കേസിൽ പെടുത്തിയിട്ടാണെന്ന് അയാൾക്ക് ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം പരിശോധിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. അങ്ങനെ കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ കയറ്റില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായം ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. കാരണം അത് നിയമപരമായിട്ടല്ലേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ അതല്ല, കയ്യൂക്ക് കൊണ്ട് ഞങ്ങൾ കയറ്റില്ല എന്നാണെങ്കിൽ അതൊരു തീരുമാനമല്ലല്ലോ, അതൊരു രാഷ്ട്രീയ തീരുമാനമല്ല, അതൊരു ഗുണ്ടയുടെ തീരുമാനമാണ്. അല്ല, ശബരിനാഥൻ കുറച്ച് മാന്യനായ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് പൊതുവിൽ. അല്ല, ഇപ്പം അങ്ങനെ അല്ല എന്നുള്ളതാണല്ലോ ഇന്ന് വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടില്ല എന്ന് പറയാൻ പറ്റും. കേട്ടില്ലെന്ന് എന്ന് മാത്രവുമല്ല, അതൊരു ചോദ്യമില്ലേ, ഒരാളൊരു കേസിൽ പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോടതിയുടെ പരിഗണനയിലിരിക്കെ അയാൾ ഇവിടെ വന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് അയോഗ്യത കൽപ്പിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. കോടതിയും കൂടി സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഒന്നത് മാത്രമല്ല സാർ, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് അവസാനം കൗൺസിൽ ചേർന്നത്. പിന്നീട് കൗൺസിൽ ചേർന്നിട്ടില്ല. നിലവിലുള്ള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 3 മാസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ 3 കൗൺസിൽ യോഗത്തിലോ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാലേ അയോഗ്യതയുള്ളൂ. സുഗതൻ അറസ്റ്റിലായതിനു ശേഷം കൗൺസിൽ യോഗം കൂടിയിട്ടില്ല. അപ്പൊ പിന്നെ അയാൾ എങ്ങനെ പങ്കെടുക്കും? ഇന്നത്തെയാണ് ആദ്യത്തെ കൗൺസിൽ യോഗമാണ്. അല്ല, അതിനേക്കാളെല്ലാം ഒരു നിയമപ്രശ്നം ഉണ്ടെന്ന്. കാരണം ഇത് ഇയാൾ പങ്കെടുക്കാത്തതിന്റെ കാരണം എന്താണ്? അയാളെ പിടിച്ച് ജയിലിലിട്ടേക്കാണ്. ജയിലിലിടാനുള്ള കാരണം എന്താണ്? ജയിലിലിടാനുള്ള കാരണം പറയുന്നത് ഇയാള് എന്താണ് കാപ്പ അല്ലേ, അടിപിടി കേസുണ്ട്, ഇത്ര അടിപിടി കേസുണ്ട് എന്താണ്. ഇത് പറയുമ്പോൾ അയാൾക്കൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്. എന്താണ് ആ കൗണ്ടർ ആർഗ്യുമെന്റ്? ഇതിലൊന്നും ഞാൻ ഉൾപ്പെട്ട കേസുകളല്ല, ഇത് കള്ളക്കേസാണ്. മനഃപൂർവ്വം എന്നെ കൊടുക്കുന്നതിന് വേണ്ടിയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയും നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. ഇതാണ് ഇയാളുടെ ആരോപണം. പ്രധാനപ്പെട്ട കാര്യം, സാറിന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, പ്രേക്ഷകരുടെ അറിവിലേക്ക്. കാപ്പ കേസിലെ പ്രതിയായ കാരായി രാജൻ MLA ആയിട്ട് അസംബ്ലി ഇരിപ്പുണ്ട്. കൊലക്കേസിൽ, കേസിലെ പ്രതിയാണ്. അല്ല, ഇനി ഇതെല്ലാം ഉണ്ടെന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ ഇയാളും അവിടെ പോയി കിടന്നിരുന്നതല്ലേ, ജയിലിൽ കിടന്നിരുന്നതല്ലേ. പക്ഷേ ജയിലിൽ ഇങ്ങനെ കേസിൽ പെട്ട് കിടക്കുന്ന ഒരാൾക്ക് അയാളുടെ ജനപ്രതിനിധി എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ അധികാരം ഇയാൾ വിധിയില്ലാതെ ജയിലിൽ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ, കാരണം ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, തെളിയിക്കപ്പെടാത്തൊരു കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പേരിൽ ആ ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇയാളുടെ അവകാശം റദ്ദ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. 3 പ്രാവശ്യം വന്നില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതും പ്രശ്നമല്ലേ. അതെ, 3 പ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ശരി, സമ്മതിച്ച്. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇപ്പൊ ആ തിരുവനന്തപുരത്താകെ കോവിഡ് വരെയാണെന്ന് നോക്ക്. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് കോവിഡ് വന്ന് ആ കോവിഡ് അവിടെ നിന്ന് പോകുന്നില്ല. അവിടെ നിന്നുള്ള പ്രതിനിധിക്ക് 3 അല്ല ചിലപ്പോൾ 6 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. അല്ലെ, എന്തെങ്കിലും അസുഖം ബാധിച്ചാലോ? അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പ്രദേശത്ത് കോവിഡ് ബാധിച്ച്, അല്ലെങ്കിൽ എന്താണ് ഷെഫലെ എന്തോ പുതിയ കേസുകളൊക്കെ ഉണ്ടല്ലോ, നീപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ബാധിച്ച പ്രദേശത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രദേശത്ത് ആരും കയറരുത് എന്ന് പറയും, അവിടെ നിന്ന് ഇങ്ങോട്ടും വരരുതെന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള പ്രതിനിധിക്ക് കൗൺസിലിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അയാളെ മാറ്റും ഇവര്. എന്താ ഈ പറയുന്നത്? അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ കോൺഗ്രസ് പഴയ കമ്മ്യൂണിസത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, CPM പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ കോൺഗ്രസ്. അതാണ് പ്രശ്നം. CPM ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ കയ്യാങ്കളിയുടെ ഭാഷ സംസാരിക്കുന്നത്. കയ്യാങ്കളിക്ക് വേറെ കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 29 സീറ്റുകൾ LDF-ന്, 21 UDF-നുള്ളൂ. 21 കൈവച്ചിട്ട് നമ്മൾ വലിയ മിടുക്കനാണെന്ന് കരുതിയത് ശബരിനാഥ് ഒരു വാനമണ്ടത്തരം പറഞ്ഞു. ഞങ്ങൾ അവിശ്വാസം കൂട്ടുന്നു. അവിശ്വാസം പ്രമേയത്തിൽ ഒപ്പിടണമെങ്കിൽ, പ്രമേയം തയ്യാറാക്കണമെങ്കിൽ പോലും 34 MLA-മാർ വേണം. ഇതില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അതില്ലാതെയാണ്. അപ്പൊ പറഞ്ഞ അബദ്ധം പറ്റി. അതിന്റെ നാണക്കേടും ചളുപ്പും മാറാൻ വേണ്ടി ഇന്ന്
കോർപ്പറേഷൻ ഹാളിൽ ഗുഡായിസം കാണിക്കരുത്. അല്ല, ഈ ഗുണ്ടായിസം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇനി വേറൊരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗുണ്ടായിസം കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും കാണിക്കാവുന്നതല്ലേ ഗുണ്ടായിസം? അതെ അതെ, ബിജെപിക്കാരുടെ കൈ മാങ്ങ മറിക്കാനൊന്നും പോയില്ല. അല്ല, ഇത് ആർക്കും കാണിക്കാവുന്നതല്ലേ? കോൺഗ്രസ്സുകാർ കാണിച്ചാൽ BJPക്ക് കാണിച്ചാൽ CPM ഏത് ചെറിയ പാർട്ടിക്ക് പോലും ഗുണ്ടായിസം കാണിക്കാൻ പറ്റും. അതിന് വലിയ പാർട്ടി ആകണമെന്നില്ല. പക്ഷെ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഗുണ്ടായിസം കാണിക്കാനാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അത്രയും ആ രീതിയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലം, അസംബ്ലി കോൺഗ്രസ് ഭരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ശരിയാണല്ല, എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഇനിയിപ്പോൾ മറ്റവർ കൂടിക്കഴിഞ്ഞാലും ഇവർക്ക് ഭരിക്കാൻ പറ്റില്ല. രണ്ടുപേരും ചേർന്നാലും കോർപ്പറേഷൻ കിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ്? അപ്പൊ പിന്നെ എതിർഭാഗത്ത് ലീഡർഷിപ്പിലുള്ള ആരാണ്? ശിവൻകുട്ടിയാണ്. അപ്പൊ ശിവൻകുട്ടിയോട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കളത്തിന് പുറത്താ. അത് കളത്തിന് പുറത്താണെങ്കിലും ഉണ്ടല്ലോ അവിടെ. ശിവൻകുട്ടിയും പ്രശാന്തുമാണ് പുറത്തിരുന്ന് കൺട്രോൾ മുഴുവനും. ഇവർ രണ്ടുപേരും കൂടിയാണ്. അപ്പൊ അതില് ഒരു കാര്യമുണ്ട്. ശിവൻകുട്ടിയുടെ ഭാഷയിൽ ശബരിനാഥൻ സംസാരിച്ചു തുടങ്ങിയാണ്. ശിവൻകുട്ടിക്ക് അറിയാവുന്നൊരു ഭാഷയാണത്. റൗഡീസത്തിന്റെ ഭാഷ ശിവൻകുട്ടിക്ക് അറിയാം. ആ ഭാഷയിൽ ഇപ്പോൾ ശബരിനാഥൻ സംസാരിച്ചു തുടങ്ങിയാണ്. പക്ഷേ ഇന്നുണ്ടായ സംഭവത്തിൽ CPM അല്ല, ഇവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സാധാരണ CPM ആണ് ഇത്തരം പണി ചെയ്യുന്നത്. അല്ല, ചൂടുവെള്ളം കോരി ഒഴിച്ചു. എന്നിട്ടൊരു കോൺഗ്രസിന്റെ കൗൺസിലർ പ്രസിഡന്റിന്റെ മേത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു. വിഷ്വലി കാണുന്നുണ്ട്, ഒരു UDF കൗൺസിലർ, പ്രതിപക്ഷ കൗൺസിലർ തന്നെയാണ് ഗ്ലാസ് എടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇത് ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? വിഷ്വൽസ് പുറത്തു വന്നു. ഇവരെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹമാണ്. മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ പിന്തുണ ഇല്ല ഇപ്പോൾ. അതാണ് സംഭവിച്ചിരിക്കുന്നൊരു കാര്യം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയല്ല എക്സൈസ് പ്രശ്നത്തിലൊക്കെ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു. അതിൽ സാങ്കേതിക പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. കാരണം ഫൈനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കാശിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം നികുതി പറഞ്ഞിരിക്കെ ഇനി അതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാറ്റം വരുത്താൻ കഴിയില്ല. വീണ്ടും അസംബ്ലിയിൽ വന്നത് പാസ്സാക്കി തിരുത്തി പോകേണ്ടി വരും. അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിയതിന് ശേഷം തിരുവനന്തപുരം ഞങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്ത് മൂന്നാം കക്ഷി പോലും അല്ല കോൺഗ്രസ്. അതെ, സ്ട്രെങ്ത്തിൽ മൂന്നാം കക്ഷി പോലും അല്ല. തിരുവനന്തപുരത്ത് നിന്നാണ് 2 സീറ്റ് BJPക്ക് കിട്ടിയത്. പിന്നെ ചാത്തന്നൂര് പിന്നെ ചാത്തന്നൂരും കിട്ടി. അല്ല, പിന്നെ വേറെ കോൺഗ്രസിന് അവിടെ എവിടെ നിന്നാണ് സീറ്റ് കിട്ടിയേക്കണത് എന്നുള്ളതാണ് പ്രശ്നം. തിരുവനന്തപുരം കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസിനല്ല, മറ്റേ CMPക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് CMP വളർന്ന് പന്തലിച്ചൊരു പാർട്ടിയാണെന്ന് CP ജോൺ പോലും പറയില്ലല്ലോ. CMP അവിടെ ജയിച്ചു എന്നല്ലോ ഉള്ളതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഗുണ്ടായിസം നടത്തി തിരുവനന്തപുരത്തിൻ്റെ ലീഡർഷിപ്പ് കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല വഴിയല്ല എന്നറിഞ്ഞാലേ അവർക്ക് കൊള്ളാം. അല്ല, BJPക്കാരെയൊക്കെ തല്ലി ഒതുക്കി ജയിച്ചു കളയാതെ ശബരിനാഥൻ കരുതിയാൽ ശബരിനാഥൻ്റെ ഗതി അധോഗതിയാണ്. അല്ല, കാർത്തികേയൻ അങ്ങനെ കരുതുമായിരുന്നില്ല. പക്ഷേ ഈ ശബരിനാഥന് ഇപ്പോൾ വേറെ നിലനിൽപ്പില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് പിണറായി പറഞ്ഞ പോലെ ഈ തടി പോരാതെ വരും ശബരിനാഥന്. അല്ല, ശബരിനാഥന് ഇത് പോരാ. ഒന്ന്, ശബരിനാഥാണ് അവരുടെ സംഘടന പാർലമെന്ററി പാർട്ടി നേതാവ്. അതിനകത്ത് എനിക്കത് സംശയമുണ്ട്. അതല്ലാന്ന് തോന്നണം. പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്ന് നോക്കണം. പക്ഷേ ശബരിനാഥ് കോർപ്പറേഷനിൽ മത്സരിച്ചത് തന്നെ അസംബ്ലിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അസംബ്ലിയിൽ മത്സരിച്ച് തോറ്റു. ശബരിനാഥന് ഒരു ലജ്ജ ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു IAS ഭർത്താവ് ഒരു മുനിസിപ്പൽ കൗൺസിലർ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നിരാശയുണ്ടെന്ന് തോന്നുന്നു. അത്ര മോശം കാര്യമൊന്നുമല്ല അത്.
കാരണം MLA യും മന്ത്രിയൊക്കെ ആവണമെന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ല, MLA യും മന്ത്രിയും മുഖ്യമന്ത്രിയും ആകണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു എന്നുള്ളത് അയാളുടെ തെറ്റല്ല. ഒരു രാഷ്ട്രീയക്കാരൻ ആഗ്രഹിക്കും. അല്ല, ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ വരെ തനിക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. അങ്ങനെ ടാറ്റയെ മാത്രമല്ല ഇന്ത്യയെ തന്നെ സേവിക്കാൻ തനിക്ക് കെൽപ്പുണ്ട് എന്ന് ശബരിനാഥ് വിശ്വസിച്ചതിനകത്ത് തെറ്റും പറയാൻ പറ്റില്ല. കാരണം അയാൾ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചാലും അയാൾ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചാലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് അയാൾക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അതൊന്നും അല്ല. ഇപ്പം അയാൾ തോറ്റുപോയി. ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ്. ആ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു കൊണ്ട് ആ കോർപ്പറേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതെ അതെ. ഒന്ന്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെ വടംവലിക്കുള്ള കേന്ദ്രങ്ങളായിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ രാഷ്ട്രീയം പോലും ഇല്ല. രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടൊന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിച്ച ആ ലോക്കൽ ബോഡിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കലാണ്. അതിന് പകരം അസംബ്ലി ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്ന് ചെയ്ത് ശബരിനാഥന് അസംബ്ലി കടക്കാൻ കഴിയാത്തതിന്റെ ഒരു അസ്ഥിത അദ്ദേഹം മാറ്റുകയാണ്. ഞാൻ അസംബ്ലിയിൽ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നു എന്നാണ്. അസംബ്ലിയിൽ പ്രതിപക്ഷം ഇറങ്ങി വെല്ലിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ ഇവിടെ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ്. നിങ്ങൾ ഇത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു നിങ്ങൾ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യും. അല്ല, അതിന് ആളില്ല. ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിശ്വാസ പ്രമേയം? CPM ആളെ കിട്ടണം. അറിയാതെ പറഞ്ഞു പോയി. രണ്ടുകൂടെ CPM ആയിട്ട് ചേർന്നാൽ പോലും പറ്റില്ല. കാരണം 51 വേണം. 51 അത് തന്നെയല്ല. CPM എന്തിനിപ്പോ അതിന് നിൽക്കണം? ആരെ മേയറാക്കാൻ വേണ്ടിയിട്ട്? ശബരിനാഥനെ മേയറാക്കാൻ വേണ്ടി CPM നിൽക്കണോ? വേണ്ടല്ലോ, അത് വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ ഭരണകാലത്തിലേക്ക് അഴിമതി അന്വേഷണം പോകുമോ എന്ന ഭയം കാണാം ഒരുപക്ഷെ. അതുകൊണ്ടല്ല, കോൺഗ്രസിന്റെ മാത്രമല്ല CPM-ന് പേടിയുണ്ട്. ഇന്നലെ രാജേഷിന്റെ പത്രസമ്മേളനം കിടുക്കിയില്ലേ? രാജേഷ് പറഞ്ഞു 2 സ്ഥലത്ത് മുടവൻമുകൾ ആര്യയുടെ ഉൾപ്പെടെയുള്ള 2 സ്ഥലത്ത് 2 കല്യാണ മണ്ഡപം കരാറെല്ലാം കഴിഞ്ഞു. CPM-കാർ വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇങ്ങനെ കോർപ്പറേഷന്റെ മുതൽ പുറത്ത് കിടക്കുക. എല്ലാം തിരിച്ചു പിടിക്കും. ഇന്നലെ തന്നെ പോയി 2 കല്യാണ മണ്ഡപങ്ങൾ തിരിച്ചു പിടിച്ചു. അല്ല, അതിൻ്റെയൊക്കെ വലിയ പ്രശ്നമുണ്ട്. കാരണം പാർട്ടിയുടെ വരുമാന സ്രോതസ്സാണ്. അതെ അതെ. ചാലക്കമ്പോളം പാർട്ടിയുടെ വരുമാന സ്രോതസ്സാണ്. കോർപ്പറേഷൻ കെട്ടിടം പാർട്ടി ഓഫീസായിരുന്നു. ഒഴിപ്പിച്ചു, ബുൾഡോസർ വെച്ച് ഒഴിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, ആ യൂണിവേഴ്സിറ്റി കോളേജ് വേറൊരു ഗുണ്ടാ സെന്ററാണ് SFIയുടെ. അവർക്ക് ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നത് ചാലക്കമ്പോളത്തിൽ നിന്നാണ്. അങ്ങനെ CITU SFI ഐക്യനിര വന്നാണ് വിദ്യാഭ്യാസം ഈ രീതിയിലാക്കിയെടുത്തേക്കുന്നത്. ആർക്കും വേണ്ടാത്ത സാധനമായിട്ട് വിദ്യാഭ്യാസം മാറ്റിയെടുത്ത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടിയിരുന്നില്ല. ശബരിനാഥനെ കുറിച്ച് നല്ല മതിപ്പ്. ശബരിനാഥ് മാത്രമല്ല, കോൺഗ്രസ് എന്തിനാണ് ഇതിന്? ഒരു പന്ന കളിയാണ് ശബരിനാഥ് കളിക്കുന്നത്. കോൺഗ്രസ് ലെവലില്ലാത്ത കളിയാണ്. എങ്ങും എത്തിക്കാൻ പറ്റില്ല. കാരണം ആളില്ല. ഏതായാലും തിരുവനന്തപുരംകാർ മാത്രമല്ല, കേരളം മുഴുവൻ ഇത് കാണുന്നുണ്ട്. ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തോ വൃത്തികെട്ട കളികളാണ് നടത്തുന്നതെന്ന് ജനം കാണുന്നുണ്ട്. അല്ല, ഞങ്ങളെ എന്ത് വൃത്തികെട്ട കളികളും കഴിച്ച് ഈ ഭരണത്തെ താഴെ ഇറക്കും എന്നാണ് ശബരി പ്രഖ്യാപിക്കുന്നത്. അതെ അതെ. അത് ശബരി ചെയ്യണോ എന്നുള്ള കാര്യം ഒന്നും കൂടി ആലോചിക്കണം. ശബരിക്ക് പറ്റുമോ എന്നതും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.